ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മുട്ട വടയാണ്. അപ്പോൾ മുട്ട വടയെന്നോ മുട്ട കട്ട്ലേറ്റ് എന്നോ ഒക്കെ പറയാം. വൈകുന്നേരം ചായക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ മുട്ടവടയ്ക്കായിട്ട് ഞാൻ 4 പുഴുങ്ങിയ മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇത് കോഴിമുട്ടയാണ്. ഏത് മുട്ട വേണമെങ്കിലും എടുക്കാം. ഇതാദ്യം തന്നെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് എല്ലാം ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ 4 മുട്ടയും ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള കനം കുറച്ച് പൊടിയായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 2 തണ്ട് കറിവേപ്പില പൊടിയായിട്ട് അരിഞ്ഞതും 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു 1/2 ടീസ്പൂണിന് താഴെ ഉപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതിപ്പോൾ ഞാൻ ഫ്രഷ് ആയിട്ട് പൊടി ചേർക്കുകയാണ്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് കുറച്ച് പൊടിയാണ്. അതായത് 2 ടേബിൾ സ്പൂൺ കടലമാവും 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ ഞാൻ ആദ്യം ചേർക്കാൻ വിട്ടുപോയതാണ് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും 1 പച്ചമുളക് ഇങ്ങനെ വട്ടത്തിൽ ചെറുതായിട്ട് അരിഞ്ഞ് അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തിട്ട് മാറ്റി വെച്ചേക്കാം. നമുക്കിതിലേക്ക് ഒരു സാധനം കൂടി ചേർക്കാനുണ്ട്, അതാണ് മുട്ട. അപ്പോൾ ഒരു മുട്ട എടുത്തിട്ട് ഞാൻ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മുട്ടയുടെ മുഴുവൻ നമുക്ക് ആവശ്യമില്ല, പകുതി മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ ആദ്യം ഞാനൊരു 1/4 ഭാഗമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് മുട്ട ചേർക്കുന്നത് ബൈൻഡിങ്ങിന് വേണ്ടിയിട്ടാണ്. മുട്ട ചേർക്കാതെ നമ്മളിത് ഷേപ്പ് ചെയ്ത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇത് ചൂടെണ്ണയിലേക്ക് ഇടുമ്പോൾ ഇതിങ്ങനെ പിരിഞ്ഞ് പോകും. അപ്പോൾ ഒരു ഷേപ്പ് ഹോൾഡ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മുട്ട ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ടോട്ടൽ ഞാൻ ആ മുട്ടയുടെ പകുതി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്തങ്ങ് മിക്സ് ചെയ്ത് എടുത്താൽ മതി. മുഴുവൻ വേണമെന്ന് തോന്നുകയാണെങ്കിലും മുഴുവനും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഒന്ന് ഷേപ്പാക്കി നോക്കുന്ന സമയത്ത് കണ്ടോ, നല്ല ഈസി ആയിട്ട് ഷേപ്പായി കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിൽ നിന്ന് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് ഇതാക്കിയെടുക്കാം. ഞാനിപ്പോൾ കട്ട്ലേറ്റിൻ്റെ ഷേപ്പ് പോലെ തന്നെ ഇത് ബോളാക്കിയിട്ട് ഇങ്ങനെ ഒന്ന് പരത്തിയെടുക്കുകയാണ് വട്ടത്തിൽ. കണ്ടോ, അപ്പോൾ ഇതുപോലെ ഈ ഒരു തിക്നെസ്സിലാണ് ഇട്ടുള്ളത്. അപ്പോൾ തിക്നെസ്സും ഷേപ്പും എല്ലാം നമ്മളുടെ ഇഷ്ടത്തിന് തന്നെ നമുക്കത് തീരുമാനിക്കാം. ഞാനിപ്പോൾ ഈ ഒരു സൈസിൽ, ഈ ഒരു തിക്നെസ്സിൽ, ഈ ഒരു ഷേപ്പിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു അളവിൽ നിന്ന് എനിക്ക് 8 മുട്ടവടയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് ഫ്രൈ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഓയിൽ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഓയിൽ ഒരു മീഡിയം ചൂടാവുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ ഓരോന്നായിട്ട് ഈ വട ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇത് ഫ്രൈ ചെയ്ത് എടുത്താൽ മതി. അപ്പോൾ ഒരുപാട് കുക്കാവാനുള്ള സാധനങ്ങളൊന്നുമില്ല. പൊടികളുടെ ഒരു പച്ചമണമൊക്കെ അങ്ങ് മാറിക്കിട്ടിയാൽ മതി. അപ്പോൾ ഈ ഒരു ഫ്ലെയിമിലിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് അതങ്ങ് മാറിക്കിട്ടും. ഒരുപാട് ലോ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് എണ്ണ കുടിക്കും. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് തിരിച്ചും മറിച്ചും നല്ലൊരു പരിപ്പ് വടയുടെ കളറുണ്ടല്ലോ, ആ കളറൊക്കെ കിട്ടുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഇതാ ഒരു സൈഡ് ആയപ്പോൾ ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് നല്ലൊരു കളറാവുന്നത് വരെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് എല്ലാ മുട്ടവടയും നല്ല കളറിൽ, നല്ല പരിപ്പുവടയുടെ കളറിൽ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇപ്പോൾ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് ഞാൻ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ എണ്ണയിൽ ഇങ്ങനെ നിൽക്കുന്നത് ഇത് മുട്ടയായതുകൊണ്ടാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. എക്സസ് ആയിട്ടുള്ള എണ്ണ തട്ടിക്കളഞ്ഞതിന് ശേഷം ഇതൊരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റാം. അതിനുശേഷം ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇന്നത്തെ എല്ലാ മുട്ടവടയും തന്നെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ചൂടോട് കൂടിയിട്ട് ഇത് ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെ കഴിക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. ഇത് വെറുതെ കഴിക്കാനും നല്ലതാണ്, പക്ഷേ അതിലും ടേസ്റ്റ് ഇത് കെച്ചപ്പിൻ്റെ കൂടെ തന്നെ കഴിക്കുന്നതാണ്. അപ്പോൾ പുഴുങ്ങിയ മുട്ടയൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ നല്ല ഈസി ആയിട്ട് തന്നെ ഒരു 10-20 മിനിറ്റിനുള്ളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഈസി സ്നാക്ക് റെസിപ്പിയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു മുട്ടവട അല്ലെങ്കിൽ മുട്ട കട്ട്ലേറ്റ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.